നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ഥിരമായി ഒരു ജോലി ചെയ്തുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ സ്ഥിരമായി ഒരു ബിസിനസ് നടത്തി അതിലൂടെ ലാഭം വർദ്ധിച്ച് വരുമാനം ഇരട്ടിക്കുന്നതിനും തടസ്സങ്ങളില്ലാതായി തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാൻ, അതുമല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എക്കാലവും നിലനിൽക്കുവാനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. മുരുക ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായും മാറുന്നതാണ്. മാത്രമല്ല സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതുമാണ്. ഇനി സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും, അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരും, കടബാധ്യത മൂലം വിഷമിക്കുന്നവരും നാളെ ഏപ്രിൽ മാസം 1-ാം തീയതി ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസത്തിൽ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദീപം തെളിയിച്ചാൽ മാത്രം മതി. ദാരിദ്ര്യങ്ങൾ പൂർണ്ണമായും മാറി സമ്പൽ സമൃദ്ധി പെരുകുന്നതാണ്. മാത്രമല്ല ഏത് കാര്യത്തിനിറങ്ങിയാലും അതിലെല്ലാം പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതുമാണ്. മുരുക ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ദീപം തെളിയിച്ച് നിങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും അതിനു ഫലം ഉണ്ടാകുന്നതാണ്. അതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇതുമാത്രമല്ല, നാളെ ഗണപതി ഭഗവാന് വളരെ വിശേഷപ്പെട്ട ചതുർത്ഥി തിഥി കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ ദീപം തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ വരാനിരിക്കുന്ന തടസ്സങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. ഇനി ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി മുരുക ഭഗവാന് ഏറെ പ്രിയമുള്ള വസ്തുക്കളാണ് പനിനീരും ഭസ്മവും. ഈ ഒരു ദീപം തെളിയിക്കുന്നതിന് മുൻപ് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നിങ്ങളുടെ പൂജാമുറി തുടച്ച് വൃത്തിയാക്കുക. കുറച്ച് വെള്ളത്തിൽ പനിനീരും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ വെള്ളം ഉപയോഗിച്ച് പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടം തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഫോട്ടോയും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ ചന്ദനവും ഭസ്മവും ഉപയോഗിച്ച് പൊട്ടു തൊടാവുന്നതാണ്. പിന്നീട് ഭഗവാന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കളാൽ നല്ലതുപോലെ അലങ്കരിക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ ഒരു തട്ടമെടുക്കുക. ആ തട്ടത്തിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ആ തട്ടത്തിൽ കുറച്ച് ഭസ്മം നിരത്തുക. അതിനുശേഷം ഭസ്മത്തിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് അതിൽ പശുനെയ്യ് ഒഴിച്ചോ അല്ലെങ്കിൽ നല്ലെണ്ണയൊഴിച്ചോ ദീപം കൊളുത്താവുന്നതാണ്. ദീപം കൊളുത്തിയതിന് ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് മുരുക ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ഏതു പ്രശ്നത്തിനാണോ നിങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അതിനുവേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഓം ഷൺമുഖായ നമഃ എന്ന മന്ത്രം 108 തവണ ചൊല്ലാവുന്നതാണ്. ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും പൂക്കൾ കൊണ്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. 108 തവണ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കിയതിനു ശേഷവും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അതൊരു തവണ കൂടി ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. അതിനുശേഷം കർപ്പൂര ആരതി കാട്ടി നമസ്കരിച്ചു പ്രാർത്ഥിക്കുക. ഇനി കഴിയുമെങ്കിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുകയോട് ചെയ്യുക. 2 പഴമോ അല്ലെങ്കിൽ പാനകമോ 1 ഗ്ലാസ് പാലോ, ഇനി ഒന്നുമില്ലെങ്കിൽ കൽക്കണ്ടമോ ഉണക്കമുന്തിരിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തും നിങ്ങൾക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഇനി നിവേദ്യമായി സമർപ്പിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ 1 ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക. അതിൽ 3-5 തുളസി ഇല ചേർക്കുക. അതിനോടൊപ്പം 1 ഏലക്കയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ തീർത്ഥം നിവേദ്യമായി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പൂജാമുറിയിൽ കൊളുത്തിയ ഈ ദീപം ഏകദേശം 1 മണിക്കൂർ കത്തിയിരുന്നാൽ മതിയാകും. 1 മണിക്കൂറിന് ശേഷം പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ വിളക്ക് അണയ്ക്കാവുന്നതാണ്. ഇനി നാളെ ഈ ദീപ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്നാൽ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ ഈ ദീപ വഴിപാട് ചെയ്യുന്നതാണ് അത്യുത്തമം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുമാണ് ചൊവ്വാഹോര വരുന്നത്. ഈ പറഞ്ഞ 3 സമയത്തിൽ
രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരുന്ന ചൊവ്വാഹോരയിൽ ഈ ദീപ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചൊവ്വാഹോരയിൽ ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി നാളെ ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും കൂടിച്ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസത്തിൽ രാവിലെ വരുന്ന, അതായത് 6 മുതൽ 7 മണി വരെയുള്ള ചൊവ്വാഹോരയിൽ ഈ വഴിപാട് ചെയ്താൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തിക്കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ അതിനു മുൻപായോ ദീപം തനിയെ അണഞ്ഞാലും കുഴപ്പമില്ല. വിളക്ക് അണച്ചതിന് ശേഷം വിളക്ക് കൊളുത്തിയ ആ ഒരു തട്ടം അന്നേ ദിവസം നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേന്ന് രാവിലെ ഈ തട്ടത്തിൽ വെച്ചിരിക്കുന്ന മൺവിളക്ക് കഴുകി എടുത്തു വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ തട്ടത്തിലുള്ള ഭസ്മം ഒരു ചെറിയ ബോട്ടിലാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതുമാണ്. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഈ ഭസ്മത്തിൽ നിന്നും ഒരൽപ്പം എടുത്ത് ഓം ഷൺമുഖായ നമഃ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ അണിയാവുന്നതാണ്. മാത്രമല്ല, ഏതൊരു നല്ല കാര്യത്തിന് പുറത്തു പോകുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ഭസ്മം നിങ്ങളുടെ നെറ്റിയിൽ അണിയുക. ഉറപ്പായും നിങ്ങൾ പോകുന്ന കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ അതിൽ പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. നാളെ ഒരു ദിവസം മാത്രമല്ല, വെറ്റില ദീപം കൊളുത്തുന്നത് പോലെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും, അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസവും ഷഷ്ഠി ദിവസവും ഈ ദീപ വഴിപാട് മുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഉള്ളൊരുക്കി മുരുക ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് മുരുക എന്ന് നമ്മൾ വിളിച്ചാൽ മാത്രം മതി. നമ്മുടെ വിളി കേട്ട് ഓടിയെത്തുന്ന ഭക്തവത്സനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. എന്നാൽ ഭഗവാന് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭഗവാനെ മനസ്സൊരുക്കി നമ്മൾ വിളിച്ചാലോ ഉറപ്പായും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുന്നതാണ്. ഒരു വർഷത്തിൻ്റെ ആരംഭ ദിവസം പോലെ തന്നെയാണ് ഓരോ മാസത്തിൻ്റെയും ആരംഭ ദിവസം. ആ ദിവസം എത്രത്തോളം ഐശ്വര്യപൂർണമായി ആ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നുവോ ആ ഒരു മാസം മുഴുവനും അതിൻ്റെ ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. മാത്രമല്ല, നാളെ ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ ഈ ഒരു മാസം മുഴുവനും ദാരിദ്ര്യമില്ലാതായി വീട്ടിൽ സുഭിക്ഷം നിറയുന്നതാണ്. അതുകൊണ്ട് നാളെ എന്ത് തിരക്കാണെങ്കിലും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ ദീപ വഴിപാട് ചെയ്ത് ഈ മന്ത്രം ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി രാവിലെയുള്ള ചൊവ്വാഹോരയിൽ ഈ ദീപ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് രാത്രിയിൽ വരുന്ന ചൊവ്വാഹോരയിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.